തനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ വെണ്ടയ്ക്ക പച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ തലയും വാലെല്ലാം കളഞ്ഞിട്ട് വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത്. അപ്പോൾ വെണ്ടയ്ക്ക എല്ലാം ഇതുപോലെ വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങയെല്ലാം ചിരകിയെടുക്കാം. ആദ്യം നമുക്ക് ഈ വെണ്ടക്ക ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ വഴുവഴുപ്പെല്ലാം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് കുറച്ച് നേരം മാറ്റി വയ്ക്കും. അപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നാടൻ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇത് നല്ല ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കരിഞ്ഞു കൊണ്ട് സൂക്ഷിക്കണം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാനായിട്ട്. വെളിച്ചെണ്ണ പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരണം. ആ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ, ഇത് ഒരു മുറി തേങ്ങയുണ്ട്, ഇതൊന്ന് ചിരകി വെച്ചിട്ടുണ്ട്. ഇത് അരച്ചെടുക്കണം. ഇത് അരക്കുമ്പോഴേക്ക് ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് ഓരോരുത്തരുടെ എരിവിനെ ഡിപ്പെൻഡ് ചെയ്ത് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ 5 പച്ചമുളക്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കടുകാണ്. അതുപോലെ തന്നെ നല്ല ജീരകം, ക്യുമിൻ സീഡ്സ്. അപ്പോൾ ജീരകവും കടുകും പച്ചമുളകും ചേർത്തിട്ട് ഈ തേങ്ങ നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ തേങ്ങയും പച്ചമുളകും ജീരകവും കടുകും മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ആദ്യം ഒഴിക്കരുത്. അപ്പോൾ തേങ്ങ നന്നായിട്ട് അരയില്ല. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. അധികം പുളിയില്ലാത്ത കട്ടിയുള്ള തൈര് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അത് ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു സ്പൂൺ വെച്ചോ ഒരു ഫോർക്ക് വെച്ചോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതിയാവും. ഇതിപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചു വയ്ക്കണം. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ വെണ്ടയ്ക്ക അത്യാവശ്യം നല്ല ഫ്രൈ ആയിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറിയിട്ട് വിട്ട് വിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. അധികം മൂപ്പിച്ച് പിന്നെ കരിച്ചൊന്നും കളയണ്ട. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക പച്ചടിയുടെ ടേസ്റ്റേ മാറിപ്പോൾ. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഫ്ലെയിം ഓഫ്. അപ്പോൾ ഇതാ നമ്മൾ പച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു 5-6 ഉലുവ കൂടി പോകരുത്. അപ്പോൾ നമ്മുടെ പച്ചടിക്കൊരു കയ്പ്പ് രസം വരും. ഇത്രയും മതി. ഉലുവ ഒന്നിട്ട് കൊടുക്കുക. ഇനി ഉലുവ ഒന്ന് ചൂടായി വരുമ്പം വറ്റൽമുളകും കറിവേപ്പിലയിട്ട് താളിച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ തീ വളരെ കുറച്ചാണ് വെച്ചിട്ടുള്ളത്. ഇനി തേങ്ങയുടെ ഒരു പച്ച മണം ഒന്ന് മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ചൂടാക്കണം. അപ്പോൾ തേങ്ങയുടെ അരപ്പൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കട്ടയൊന്നുമില്ലാതെ ഉടച്ചു വെച്ചിട്ടുള്ള തൈര് ചേർക്കാം. തൈര് ചേർത്തിട്ട് അധികം നേരം ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തിള വന്നാൽ മതി. ബാക്കി ഈ ചട്ടിയുടെ ചൂടുകൊണ്ട് ഇതൊന്ന് ആയിക്കോളും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ അരപ്പിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. പോരെങ്കിൽ മാത്രം അവസാനം ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഉപ്പ് ഒരിക്കലും കൂടി പോരുത്. നമ്മൾ വെണ്ടയ്ക്ക മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തിള വന്നിട്ടുണ്ട് നമ്മുടെ അരപ്പിൻ്റെ. ഇനി ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് അധികം നേരം തിളപ്പിക്കേണ്ട. നമ്മുടെ തൈര് അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി അവസാനമായിട്ട് ഇതിലേക്ക്
നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള, അതായത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സദ്യക്കൊക്കെ കഴിക്കുന്ന വെണ്ടയ്ക്ക പച്ചടിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. ഊണിനെല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്